ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മെയ് മാസത്തിലെ ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് മുഹമ്മദ് സലേം. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവാണ് മുഹമ്മദ് സലേം. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങി പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലേം. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടിക 2024 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടിക 2024 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നിർമ്മിത ബുദ്ധി കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതയായത് പ്രഗ്യ മിശ്ര. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതയായത് പ്രഗ്യ മിശ്ര. നാവികസേനാ മേധാവിയായി നിയമിതനായത് ദിനേശ് കുമാർ ത്രിപാഠി. നാവികസേനാ മേധാവിയായി നിയമിതനായത് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. ടൈം വാരിക പ്രസിദ്ധീകരിച്ച 2024 ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ: സത്യനാദല്ല, അജയ് ബംഗ, സാക്ഷി മാലിക്, ആലിയ ഭട്ട്. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച 2024 ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ് മൈക്രോസോഫ്റ്റ് CEO സത്യനാദല്ല, ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ഗുസ്തി താരം സാക്ഷി മാലിക്, ബോളിവുഡ് നടി ആലിയ ഭട്ട്. 2024 ലോറസ് പുരസ്കാര ജേതാക്കൾ: നൊവാക് ജോക്കോവിച്ച്, ഐറ്റാന ബോൺമാറ്റി. ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവരാണ് 2024 ലോറസ് പുരസ്കാര ജേതാക്കൾ. ലോക ടെന്നീസ് 1-ാം റാങ്കിങ്ങിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസ് 1-ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ജംബോജെറ്റ് ബോയിങ് 747. ആകാശത്തിൻ്റെ രാജ്ഞി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനമാണ് ജംബോജെറ്റ് ബോയിങ് 747. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതയായത് MP സ്നേഹലത. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതയായത് MP സ്നേഹലത. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ് ലിൻഡി കാമറൂൺ. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയതെവിടെ? പാലക്കാട്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത് സിജിത അനിൽ. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത് കവയിത്രിയും കഥാകാരിയുമായ സിജിത അനിലാണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവൽ 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ഫോബ്സ് ബില്യനേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യനേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്ത്. ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ കാമത്ത്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്.
വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. സുനിൽ വത്സൻ, എസ് ശ്രീശാന്ത് എന്നിവർക്ക് ശേഷം ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രി SAT ഹോസ്പിറ്റൽ. തിരുവനന്തപുരം ജില്ലയിലെ SAT ഹോസ്പിറ്റലാണ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രി. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് 2024 പുലിസ്റ്റർ സമ്മാനം ലഭിച്ചു. ന്യൂയോർക്ക് ടൈംസ്, റോയിറ്റേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 പുലിസ്റ്റർ സമ്മാനം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസ്, റോയിറ്റേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ്. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയതിനാണ് ഈ മാധ്യമങ്ങൾക്ക് പുലിസ്റ്റർ സമ്മാനം ലഭിച്ചത്. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശ്രീകുമാരൻ തമ്പിക്ക്. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം നേടിയ സാഹിത്യകാരൻ KP രാമനുണ്ണി. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി MS സാന്ദ്ര. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് MS സാന്ദ്ര. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി. ഫൈനൽ മോഹൻ ബഗാനെയാണ് കീഴടക്കിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി. വിഷ്ണു നാരായൺ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് R രാമചന്ദ്രൻ നായർ. മുൻ ചീഫ് സെക്രട്ടറി R രാമചന്ദ്രൻ നായരാണ് 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 1,11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പ്രഭാവർമ്മ. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയതാരെ? കാമി റിത ഷെർപ്പ. 29ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം കാങ്കസന്തുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ. അസമിലെ ഗുവാഹട്ടിയിലാണ് 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200B. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് P. വിജയൻ IPS. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായ വ്യക്തി P. വിജയൻ IPS. ഇനി കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നോക്കാം. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്
ആനന്ദേകർഷി സംവിധാനം ചെയ്ത ആട്ടം. മികച്ച സംവിധായകൻ ആനന്ദേകർഷി. ചിത്രം ആട്ടം. മികച്ച നടന്മാർ രണ്ടുപേരാണ്, ബിജു മേനോനും വിജയരാഘവനും. ബിജു മേനോൻ സിനിമ ഗരുഡൻ, വിജയരാഘവൻ സിനിമ പൂക്കാലം. മികച്ച നടിമാർ രണ്ടുപേരാണ്, ശിവദ സിനിമ ജവാനും മുല്ലപ്പൂ, സറിൻ ശിഹാബ് സിനിമ ആട്ടം. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസന്. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ചത് രണ്ടുപേർക്കാണ്, നസീഫ് മുത്താലിയും ആവണി ആവൂസ്. നസീഫ് മുത്താലി സിനിമ ചാമ, ആവണി ആവൂസ് സിനിമ കുറിഞ്ഞി. മികച്ച ഗാനരചയിതാവ് കെ ജയകുമാർ. മികച്ച സംഗീത സംവിധാനം അജയ് ജോസഫ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക മൃദുല വാര്യറാണ്. ഇനി നമുക്ക് അന്തരിച്ച പ്രശസ്ത വ്യക്തികളെ നോക്കാം. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയമായ ചിത്രം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധയാണ് ശ്രദ്ധേയമായ ചലച്ചിത്രം. സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ ഒരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസന പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ നേടിയിട്ടുണ്ട്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെന്റ് ഹോൾസൻ ബെയ്ൻ അന്തരിച്ചു. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കാക്കർ അന്തരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. മുൻകാല മലയാള സിനിമാ ഗാനരചയിതാവ് GK പള്ളത്ത് എന്നറിയപ്പെടുന്ന P ഗോവിന്ദൻകുട്ടി അന്തരിച്ചു. മേള ആചാര്യൻ അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദി റിങ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ അന്തരിച്ചു. ഇത്രയുമാണ് മെയ് മാസത്തിലെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്